ശാല്യാളെന്ന് പറയുന്നത് സസ്യങ്ങളെന്നാണ്. ഔഷധ വീര്യമുള്ളതായ സസ്യങ്ങൾ, ജീവനോടുകൂടി നിൽക്കുന്ന ശാല്യാദികളായി ജനിച്ച് അത് പുരുഷൻ ഭുജിച്ച് അത് ശുക്ലമായി ഭവിച്ച് അതിനകത്ത് ജീവാണു ഉണ്ടായി അതിനെ വിക്ഷേപണം ചെയ്യുന്നത് ജനിച്ച ഓരോരുത്തരുമാണ് നമ്മളെല്ലാവരും. ആണായാലും ശരി, പെണ്ണായാലും ശരി, രാജാവായാലും ശരി, നമ്മളൊക്കെ അങ്ങനെ ഓരോരുത്തരാണ്. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ പരിഹരിക്കുന്ന ഇയാളെ ഈ സാധനങ്ങളെ കൊണ്ടാണ്. ആ സസ്യങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്നതിൻ്റെ തന്നെ കാരണം അതാണ്. ചികിത്സകൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന സകലതും ഔഷധമാണ്. ജഗത്യേവ ഔഷധം, എന്താ പറയുന്നത്, ജഗത്തിൽ കാണുന്ന സർവ്വതും ഔഷധങ്ങളാണ്. അതാണ് ജഗത്യേവം അനൗഷധം. ലോകത്തിൽ ഔഷധമല്ലാത്ത ഒറ്റ വസ്തുവില്ലെന്നാണ്. നമ്മൾ ബാക്കി കളയുന്ന കരിയില പോലും, കരിയിലേക്ക് പോലും ഉണ്ട് ഔഷധ ഗുണം. പിന്നെ അടന്നു വീഴുന്ന രാവിലെയുടെ ഞെട്ട് എന്തോ ഒരു ഗുണമാണ്. അതെന്തിനാ ഉപയോഗിക്കുന്നത്? പനി മാറാത്ത പനികൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അപ്പം അങ്ങനെ നമ്മൾ കൊള്ളത്തിന് തൂത്തുകൂട്ടി കളയുന്ന ഈ സാധനങ്ങളൊക്കെ, മാവില എത്രയോ വലിയ ഔഷധമല്ലേ. മാവില എന്തോ? മാവില ദേഹവേദനയുള്ളവർ പഴുത്ത മാവിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം മുക്കി പിടിച്ച് നോക്കണം, നല്ല ഗുണമാണ്. പിന്നെ വിശേഷിച്ച് നാട്ടുമാവിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഏറ്റവും നല്ല ഗുണം. അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളുണ്ട്. അതാണ് ചുമ്മാതെ അല്ല അത്. ഏത് മരുന്നുകൾക്കുമുള്ള ഗുണം, ഏത് ചെടിക്കുമുണ്ട് ഗുണം. പക്ഷേ ഇത് അറിയുന്നില്ലെന്ന് മാത്രം. ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെടി, ഈ മരുന്ന് ഗുണമില്ലാത്ത ഒറ്റ സാധനമല്ല ഇവിടെ നിൽക്കുന്നത്. എത്രയോ ചെടികൾ നിൽക്കുവാണ്. എല്ലാം ഇത് ലിമിറ്റ് ചെയ്ത് ഒരു കണക്കനുസരിച്ച് ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞ് റെഡിയാക്കി തൊട്ടാവാടി, അതൊക്കെ ഇതിനൊക്കെ ഫസ്റ്റാണ്. ശരീരവേദനയ്ക്ക്, നൊമ്പലങ്ങൾക്ക് നല്ല എനർജി, അസ്മാരി ഊഴൊക്കെ നല്ലതാണ് തൊട്ടാവാടി. തൊട്ടാവാടിയുടെ ഗുണം എന്താ? തൊട്ടാവാടി ഷുഗറിനും നല്ലതാണ്. പിന്നെ ഒന്നാം തരം തൊട്ടാവാടി ഷുഗറിന്. തൊട്ടാവാടി ഒരു മൂടെടുത്ത് ഇടിച്ച് പിഴിഞ്ഞൊരു പാത്രത്തിൽ തലേ ദിവസം വൈകിട്ട് വയ്ക്കണം. പിറ്റേന്ന് രാവിലെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ഷുഗർ. തൊട്ടാവാടി ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഷുഗറിന് വേണ്ടി. സ്വാമി, തൊട്ടാവാടി ഈ ഇതുണ്ട് ആസ്മക്കാർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആസ്മയ്ക്കും തൊട്ടാവാടി ഉപയോഗിക്കുന്നുണ്ട്, കഷായമാക്കി ഉപയോഗിക്കുന്നുണ്ട്, പൊടിയാക്കി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മുറുവെണ്ണയ്ക്കകത്ത് ചേരുന്നുണ്ട്. മുറുവെണ്ണയ്ക്കും തൊട്ടാവാടി ചേരും. തൊട്ടാവാടി ഒരുപാട് മരുന്നുകൾക്ക് ചേരുന്നതാണ്. അത്രയും വലിയ വീര്യവത്താണ്. സ്വാമി, അത് സമൂലമാണോ അതോ? സമൂല. ആണിരോഗത്തിനുള്ള ആണിരോഗത്തിന് കേട്ടില്ല ഇയാള്. ആ ഞരമ്പോടൊക്കെ ഒറ്റമൂലി എന്ന് ഉദ്ദേശിക്കും. ഒരേ ഔഷധം കൊണ്ട് ചികിത്സിക്കാം. അതിനകത്ത് യോഗമില്ല, ആദിയില്ല. ഇപ്പം സകജരാതി, കൊട്ടൻ ചുക്കാതി എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഓരോ ആദി വരുന്നു. എന്തുവാ, മറ്റേനതൊന്നുമില്ല. ഒറ്റമൂലി, ഒരു മരുന്ന്, ഒരു രോഗത്തിന് ഒരു മരുന്നെന്ന് പറയും.